എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ ബാങ്കുകളിലേക്ക് ജോലി അവസരമുണ്ട്. കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് തസ്തികയിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ IBPS ആണ് ഇപ്പോൾ വിവിധ ബാങ്കുകളിലേക്ക് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് തസ്തികയിലേക്ക് അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് പ്രിലിമിനറി ആൻഡ് മെയിൻ എക്സാംസ് ഉണ്ടായിരിക്കും. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 21 ഓൺലൈൻ എക്സാം പ്രിലിമിനറി വരുന്നത് ഒക്ടോബറിലായിരിക്കും. മെയിൻ എക്സാം ഡിസംബറിലാണ്. പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരുന്നത് മാർച്ചിലായിരിക്കും 2027. ഇനി ഏതൊക്കെ ബാങ്കുകളിലാണ് വേക്കൻസി ഉള്ളതെന്ന് നോക്കാം. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത്രയും ബാങ്കുകളിലാണ് വേക്കൻസി ഉള്ളത്. ശമ്പളം ലഭിക്കുന്നത് 24,050 തൊട്ട് 64,480 വരെയാണ്. നല്ല ശമ്പളത്തിലാണ് ജോലി അവസരമുള്ളത്. കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും. ഒരു കാൻഡിഡേറ്റിന് ഒരു സ്റ്റേറ്റിലേക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. പ്രായപരിധി 20 മുതൽ 28 വരെയാണ്. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് 2/8/1998 1/8/2006 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഇതുകൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും PWBD കാറ്റഗറിക്ക് 10 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. എക്സ് സർവീസ്മെനും പ്രായത്തിൽ ഇളവുണ്ട്. ഇളവ് ക്ലെയിം ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ടുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ റിസർവേഷൻ കിട്ടത്തുള്ളൂ. ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് നോക്കാം. ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന് കമ്പ്യൂട്ടർ ലിറ്ററസി ഉണ്ടായിരിക്കണം. അത്യാവശ്യം കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാനുള്ള നോളജൊക്കെ ഉണ്ടായിരിക്കണം. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. SC, ST, PWBD, ESM, DESM കാൻഡിഡേറ്റ്സിന് 175 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ബാക്കിയുള്ള എല്ലാവർക്കും 850 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇനി എക്സാം സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. പ്രിലിമിനറി ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റിൽ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 മാർക്ക്, ന്യൂമറിക്കൽ എബിലിറ്റി 35 മാർക്ക്, റീസണിങ് എബിലിറ്റി 35 മാർക്ക്. ടോട്ടൽ 100 മാർക്കിനാണ് എക്സാം ഉള്ളത്. എക്സാം മീഡിയം ഇംഗ്ലീഷ് ആണ്. മെയിൻ എക്സാം ഒബ്ജക്റ്റീവ് ടെസ്റ്റാണ്. ജനറൽ ഓർ ഫിനാൻഷ്യൽ അവയർനെസ് 50 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 40 മാർക്ക്, റീസണിങ് എബിലിറ്റി 60 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 മാർക്ക്. ടോട്ടൽ 200 മാർക്കിനാണ് എക്സാം വരുന്നത്. എക്സാം മീഡിയം കേരളത്തിൽ ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് മലയാളം ഉണ്ട്. മലയാളത്തിൽ വേണമെങ്കിലും പരീക്ഷ എഴുതാവുന്നതാണ്. നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ഫോമിനകത്ത് ഏത് മീഡിയത്തിലാണ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ഓപ്ഷൻ കൊടുക്കണം. മലയാളം ആണെന്നുണ്ടെങ്കിൽ മലയാളം എന്നുള്ള ഓപ്ഷൻ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾ എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള കോൾ ലെറ്റർ കൊണ്ടുപോകണം. ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫ് കൊണ്ടുപോകണം. ഒറിജിനലും കൊണ്ടുപോകണം. അതുപോലെ തന്നെ കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ്. എക്സാമിന് നെഗറ്റീവ് മാർക്കുണ്ട്. അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജിൻ്റെ പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. കേരളത്തിൽ മലയാളം ആയതുകൊണ്ട് മലയാളത്തിൻ്റെ റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും അണ്ടർസ്റ്റാൻഡിങ്ങും ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. പ്രിലിമിനറി എക്സാം സെൻറ്റർ കേരളത്തിൽ വരുന്നത് ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂരാണ്. മെയിൻ എക്സാം സെൻറ്റർ വരുന്നത് ആലപ്പുഴ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം, തൃശ്ശൂരാണ്. അപ്പോൾ ഈ ജില്ലകളിലായിരിക്കും എക്സാം സെൻറ്റർ ഉള്ളത്. ഇനി എക്സാമിന് മുമ്പ് SC, ST, OBC, മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്, എക്സ് സർവീസ്മെൻ, PWBD കാറ്റഗറിക്ക് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ടായിരിക്കും.
എക്സാമിന് മുമ്പ് ഒരു ക്ലാസ് പോലെ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഈ ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ ഓപ്ഷൻ കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനലും കൊണ്ടുപോകണം, സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകണം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫ്, നിങ്ങളുടെ ഗ്രാജുവേഷൻ്റെ മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റ്സും, 10ാം ക്ലാസ് മുതലുള്ള എല്ലാ ക്വാളിഫിക്കേഷൻ്റെയും മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റ്സും, SC ST OBC ആണെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, EWS ആണെങ്കിലും PWBD ആണെങ്കിലും അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എക്സ് സർവീസ് മെൻ ആണെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും വെക്കാവുന്നതാണ്. ഇത്രയും സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒറിജിനലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പിയും ഉണ്ടായിരിക്കണം. എക്സാമിന് പോകുമ്പോഴത്തേക്കും അവിടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫ് കൊണ്ടുപോകേണ്ടതാണ്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ IBPSൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യണം. അവിടെ CRP CSA എന്നുള്ള ലിങ്ക് ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് അവിടെ കാണുന്ന ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ ഫോർ CRP കസ്റ്റമർ സർവീസ് അസോസിയേറ്റ്സ് എന്നുള്ള ഓപ്ഷനുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കിട്ടും. അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഫോട്ടോ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോ അപ്പോൾ എടുക്കേണ്ട, ക്യാപ്ചർ ചെയ്യേണ്ട ലൈവ് ഫോട്ടോ ആയിരിക്കണം. ഫോട്ടോയും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ പറ്റി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് കഴിഞ്ഞ് 2 ദിവസം കൂടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. 200 രൂപയായിരിക്കും കറക്ഷൻ ഫീസ് വരുന്നത്. ആ ഫീസ് അടച്ചിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഏതൊക്കെ ബാങ്കുകളിലാണ് വേക്കൻസി ഉള്ളതെന്ന് നോക്കാം. കേരളത്തിൽ ബാങ്ക് ഓഫ് ബറോഡ 35 വേക്കൻസി, ബാങ്ക് ഓഫ് ഇന്ത്യ വേക്കൻസി ഇല്ല, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര 20 വേക്കൻസി, കാനറ ബാങ്ക് 5 വേക്കൻസി, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ 33 വേക്കൻസി, ഇന്ത്യൻ ബാങ്ക് 5 വേക്കൻസി, ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ വേക്കൻസി ഇല്ല, പഞ്ചാബ് നാഷണൽ ബാങ്ക് 1 വേക്കൻസി, യൂക്കോ ബാങ്ക് 9 വേക്കൻസി, യൂണിയൻ ബാങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ടോട്ടൽ 108 വേക്കൻസിയാണ് കേരളത്തിലുള്ളത്. ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഓരോ സർട്ടിഫിക്കറ്റിൻ്റെയും ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് SC ST ആണ്. അതുപോലെ തന്നെ OBC കൊടുത്തിട്ടുണ്ട്. ഇതേ ഫോർമാറ്റിലായിരിക്കണം ഓരോ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടത്. PWBD. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. IBPSന് കീഴിൽ ഇന്ത്യയിലെ വിവിധ ബാങ്കുകളിൽ കേരളത്തിലും ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് ആണ് തസ്തിക വരുന്നത്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.